ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചേരം ഉണ്ടാക്കണുള്ളൂ ഇന്നിപ്പോൾ. അപ്പോൾ അതിന് വേണ്ടത് ഒരു വൈറ്റ് പേപ്പറാണ് വേണ്ടത്. അതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഹാപ്പി വേണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സ് ഒന്ന് വരച്ച് കൊടുക്കണേ. ഞാനിപ്പോൾ 6 പിക്ചേഴ്സാണ് വരച്ച് കൊടുക്കണുള്ളേ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വരച്ച് കൊടുക്കേ ഇപ്പം തന്നെ. വളരെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഞാൻ വരക്കുന്നുള്ളേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിപ്പോൾ കുറച്ച് കളറും അടിച്ച് വരച്ചും കഴിഞ്ഞു. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കേ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ. ഞാൻ 4 കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇത് ഇത്ര ഞാൻ കട്ട് ചെയ്തെടുത്തുള്ളൂ. ഞാൻ അത്രയ്ക്കൊന്നും കട്ട് ചെയ്യാൻ നിന്നില്ല. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫോയിൽ പേപ്പറാണ് വേണ്ടത്. അതിലോട്ട് ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കണേ. ഞാൻ പിന്നെ വലിയ സ്റ്റിക്കറും കൂടി ചെയ്തേ. ഇതിന് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ഫോയിൽ പേപ്പറാണ് എടുക്കുകയുള്ളൂ. ഓയിൽ പേപ്പറാണ് വേണ്ടത്. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള വൈറ്റ് ടേപ്പും വെച്ച് ഒന്ന് അതിൻ്റെ മേളിൽ കൂടി ഒന്ന് ചെയ്ത് കൊടുക്കണേ. എൻ്റെ കയ്യിലുള്ള ചെറിയ ഇത്രയുള്ള ടേപ്പാണുള്ളത്. വലിയ ടേപ്പ് ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ വലിയ ടേപ്പ് ഇല്ല, തീർന്നു പോയത്. അതുകൊണ്ട് ചെറിയ ടേപ്പും വെച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെയായിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഇതുവരെ ഇത് ഫുള്ളുമായിട്ട് ഒട്ടിക്കണേ. ഇത് ലാസ്റ്റത്തെ ഒരെണ്ണം കൂടി ഞാൻ ഇവിടെ വെക്കാനുണ്ട്. ഈ ഓയിൽ പേപ്പർ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തത് നമ്മുടെ സ്റ്റിക്കേഴ്സില്ലേ, നെയിം സ്ലിപ്പ്, നമ്മുടെ പേരൊക്കെ എഴുതില്ലേ, നെയിം സ്ലിപ്പിൻ്റെ ആ സ്റ്റിക്കർ എടുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ അടിയിലായിട്ട് ഇതുണ്ടാവില്ലേ, അതായാലും നമുക്കിതിന് യൂസ് ചെയ്യേ. ഞാൻ അതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓയിൽ പേപ്പർ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഓയിൽ പേപ്പർ വെച്ച് ചെയ്യേ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. നമ്മളിങ്ങനെ ടേപ്പ് ഒട്ടിച്ചതിൽ അത് കട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ കാണിച്ചു തരേ. ഇങ്ങനെയായിട്ട് വേണേൽ കട്ട് ചെയ്യാൻ. കുറച്ച് ഭാഗം അവിടെ തന്നെ ഒന്ന് വെക്കണം കേട്ടോ. ഫ്രണ്ട്സ്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ടൊരു സ്റ്റിക്കർ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഒരു ഹാർട്ടിൻ്റെ സ്റ്റിക്കറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് പുറത്തെ ഓയിൽ പേപ്പർ ഒന്ന് മാറ്റണേ. ഉണ്ടോ, ഇതുവരെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഞാൻ ഒരു ബുക്കിൽ ഒട്ടിച്ച് കാണിച്ചു തരേ. ഇപ്പോൾ ഞാൻ ഈ ബുക്കിലാണ് ഒട്ടിക്കുന്നത്. ഈ ബുക്കിൻ്റെ എവിടെയായിട്ടാണ് ഒട്ടിക്കുന്നത്, കണ്ടോ? ഇതുപോലെ തന്നെ എല്ലാം ഒട്ടിക്കാം. ഇത് അടുത്ത സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ച് കാണിച്ചു തരേ. ഇങ്ങനത്തെ നെയിം സ്ലിപ്പിൻ്റെ സ്റ്റിക്കർ ആയാലും നല്ലതാട്ടോ. ഞാനിപ്പോൾ നെയിം സ്ലിപ്പിൻ്റെ സ്റ്റിക്കറാണ് ഇട്ടേക്കുന്നത്. അതാണ് ഓയിൽ പേപ്പർ എന്ന് പറയുന്നത്. മറ്റേതും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി അല്ലേ ഉള്ളൂ, ഇതും കൂടി ഒട്ടിച്ച് കൊടുത്താൽ നമുക്ക്. ഇതിങ്ങനെ പെട്ടെന്നൊന്നും പോരേണ്ട ഇതല്ല. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. കണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ബൈ.